കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ SFI മുൻ നേതാവ് കെ വിദ്യ മാത്രമാണ് പ്രതിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, വിദ്യയെ പിടികൂടിയ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ വിദ്യ അന്ന് തുടങ്ങി ഉറച്ചു നിൽക്കുന്നൊരു വാദമാണ്. താൻ ഒറ്റയ്ക്കാണ് ഇത്തരത്തിലൊരു മൊബൈലിൽ തന്നെയാണ്, ഓൺലൈനിലാണ് ഇത്തരത്തിലൊരു വ്യാജരേഖ നിർമ്മിച്ചത്. പിന്നീട് അക്ഷയയിൽ പോയി അതിന് പ്രിൻ്റ് എടുക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് വിദ്യ അന്ന് തുടങ്ങി ഉറച്ചു നിൽക്കുന്ന വാദം. ഇപ്പോൾ അത് തന്നെയാണ് FIRലും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? വിദ്യ കാസർഗോഡ് കരിന്തളം കോളേജിൽ വ്യാജരേഖ ചമച്ച് ജോലി സമ്പാദിച്ച കേസിൽ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ കെ വിദ്യക്കെതിരെ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് ഇതിൽ പ്രതിയായിട്ടുള്ളത്. അതായത് കെ വിദ്യയ്ക്ക് ഈ വ്യാജരേഖ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സഹായങ്ങളും ലഭിച്ചിട്ടില്ല എന്ന് വിദ്യയുടെ മൊഴി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. മഹാരാജാസ് കോളേജിലെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അത് താൻ ഫോണിൽ തന്നെ ഉണ്ടാക്കിയതാണെന്നും അതിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നുമാണ് കെ വിദ്യ പോലീസിന് മൊഴി നൽകിയിരുന്നത്. കേസിൽ ഈ കെ വിദ്യ SFI മുൻ നേതാവായ കെ വിദ്യ മാത്രമാണ് പ്രതി. വ്യാജരേഖ നിർമ്മിക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വ്യാജരേഖ ഉപയോഗിച്ച് സർക്കാർ ശമ്പളം കൈപ്പറ്റി എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം. വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ സമർപ്പിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ഇപ്പോൾ വിദ്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിട്ടുമുണ്ട്. 1 വർഷക്കാലത്തോളമാണ് കാസർകോട്ടെ ഗവൺമെന്റ് കോളേജിൽ, കാസർകോട്ട് കരിന്തളത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ കെ വിദ്യ വ്യാജരേഖ സമർപ്പിച്ച് അനധികൃതമായി ജോലി സമ്പാദിച്ചത്. വിദ്യ. ശരി ജോസഫ്, വ്യക്തമാണ്. കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ SFI മുൻ നേതാവ് കെ വിദ്യ മാത്രമാണ് പ്രതിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.